2025 ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ്. പൂർവ്വച്ചാണ് മാറുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫലം പറയുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനിയും. കാരണം ശനി ഒരു 2.5 വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കും, വ്യാഴം ഒരു വർഷത്തിൽ നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ഫലം കുറേ കാലം ഉണ്ടാകും. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മോശമായിരിക്കാം, അടുത്ത നല്ലതായിരിക്കാം, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകും. പക്ഷേ ഇതല്ല, ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട്, കുറേ കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഏകദേശം 1-2 മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറ് വെച്ച് മാറുകയാണ്. ഭാവം വെച്ചല്ല, ഭാവം വെച്ചിട്ടാണ്. കൂറ് വെച്ചെന്ന് പറഞ്ഞാൽ 2.25 നക്ഷത്രത്തിനാണ്, ഒന്നിച്ച് പറയുകയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും ഭാവം വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം. അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളുടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് 2025 ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത്. അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അനുസരിച്ച് ഉള്ള ഫലം, ചിലവർക്ക് ഒന്ന് നല്ലയിടത്ത് ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക, ചിലവർക്ക് ചിലപ്പോൾ 2 നല്ലതിടത്തേക്ക് വന്നെന്ന് വരും, ചിലവർക്ക് 2 മോശത്തിലേക്ക് പോയെന്ന് വരും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത്, ഓരോ നക്ഷത്രം എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അങ്ങനെ ഈ 2025, ഇനിയുള്ള 2025, കാരണം വ്യാഴം ഏകദേശം 1 വർഷത്തോളമാണ് നിൽക്കുന്നത്. ശനി എന്ന് പറഞ്ഞാൽ പിന്നെയും കുറേ കാലം നിൽക്കും. അപ്പോൾ ഈ 2025 ഇനിയുള്ള മാസങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ വെച്ചോളണം. കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലയല്ലാതെ ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ്. അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല, മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 100% ഇതേപോലെ ആകുമെന്നൊന്നും ചിന്തിച്ചേക്കരുത്. അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത്. മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോൾ മലയാള രാശിചക്രം വെച്ചാണ് പറയുക. എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി 1 തൊട്ട് 31 വരെയൊന്നും കണക്കാക്കണ്ട. കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കൃത്യ ഡേറ്റ് വെച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നു വരും. ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയുടെ ആദ്യ ഭാഗത്തായിരിക്കും ഫലം. ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നേരത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം മേടം ഇടമെന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി, പക്ഷേ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത്. ആ തരത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ വർഷത്തിലും വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യമാണ് നോക്കുന്നത്. ഇനി 2025 ഇനിയുള്ള മാസങ്ങളിൽ ഏപ്രിൽ
തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ ഫലം, 2025 ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള ഫലം, വ്യാഴൻ്റെയും ശനിയുടെയും ഭാവമാറ്റം വെച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി വളരെ നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. എല്ലാ പുതിയ കർമ്മങ്ങളിലും തുടങ്ങാൻ പറ്റിയ, എല്ലാ കാര്യത്തിലും വിജയം നേടിത്തരുന്ന തരത്തിൽ നല്ലൊരു സ്ഥാനത്താണ് ശനി ഈ എല്ലാ ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ നിൽക്കുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. എല്ലാ കാര്യത്തിലും ഉത്സാഹവും തൻ്റെയും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ആ തരത്തിലാണ് ശനി നിൽക്കുന്നത്. വ്യാഴനാകട്ടെ സെപ്റ്റംബർ വരെ അത്ര നല്ല സ്ഥാനത്തല്ല. ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നവരെയാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം ശനി നല്ല നിലയിൽ നിൽക്കുമ്പോഴും വ്യാഴം അതിൻ്റേതായ പ്രയാസങ്ങളും തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം സെപ്റ്റംബർ വരെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സെപ്റ്റംബർ കഴിയുമ്പോൾ പിന്നെ വ്യാഴം നല്ല നിലയിലേ വരുന്നു. ഇവിടെ എന്നാൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹ കാര്യങ്ങൾക്ക് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ കഴിയുമ്പോൾ വളരെ നല്ല സ്ഥാനത്ത് വ്യാഴനും വരും. അപ്പോൾ ശനിയും വ്യാഴനും സെപ്റ്റംബർ കഴിയുമ്പോൾ വളരെ നല്ല സ്ഥാനത്താണ്, പ്രത്യേകിച്ച് ദാമ്പത്യ കുടുംബപരമായ കാര്യങ്ങൾക്ക്. പക്ഷേ സെപ്റ്റംബർ വരെ ശനി നല്ല നിലയിലാണ്, പക്ഷേ വ്യാഴം അത്ര നല്ല നിലയിലല്ല. ഇനി ഓരോ മാസങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ, ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ കാര്യങ്ങളെല്ലാം ഒരുവിധ ഭംഗിയായിട്ട് നടക്കും. എന്തെങ്കിലും തുടങ്ങാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല മാസങ്ങളാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹമെല്ലാം കാണുമെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ശത്രുക്കളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. കാരണം വ്യാഴൻ്റെ സ്ഥിതി അനുസരിച്ച് ചില ശത്രുത അതിൻ്റെ കൂട്ടത്തിൽ, എന്നാലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. പക്ഷേ എല്ലാത്തിനും എതിർപ്പ് ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു മാസമാണ്. പ്രത്യേകിച്ച് മെയ് മാസത്തിലാണെങ്കിൽ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ജൂൺ മാസത്തിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണിക്കുന്നുണ്ട്. ജൂലൈ മാസം എല്ലാ കാര്യത്തിനും നല്ല ഒരു മാസമാണ്. എന്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടങ്ങളാണ്, സഹോദരങ്ങൾക്കെല്ലാം നല്ല മാസമാണ് ജൂലൈ മാസം. അപ്പോൾ എന്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസം ജൂലൈ ആണ്. ഓഗസ്റ്റ് മാസം അതേപോലെ എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസം തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹമാണ്, ഇറങ്ങിത്തിരിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എതിർപ്പുകളുമുണ്ട്, ശത്രുതയുമുണ്ട്. ആരെങ്കിലും ഇടയ്ക്ക് അടങ്കോലിടാൻ നോക്കും. പക്ഷേ അതൊന്നും ഗൗനിക്കാതെ നമ്മൾ ധീരമായിട്ട് മുന്നോട്ടേക്ക് പോകും. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല ഓഗസ്റ്റ് മാസം. വിവാഹകാലം അന്വേഷിക്കുകയാണെങ്കിൽ ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. അത് ഓഗസ്റ്റ് മാസം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ എല്ലാ കാര്യത്തിലും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്ക് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസം നല്ലതാണെങ്കിലും സെപ്റ്റംബർ മാസം അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. നവംബർ ഡിസംബർ മാസം എല്ലാം വളരെ നല്ല മാസങ്ങളാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റുന്നതാണ്, സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ. അതുപോലെ ദാമ്പത്യപരമായിട്ട് വളരെ നല്ല മാസമാണ്. ഇപ്പം വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ. ഇതിലെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ല മാസമാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും പറ്റിയ മാസമാണ് നവംബർ ഡിസംബർ. അപ്പോൾ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം നവംബർ ഡിസംബർ വളരെ നല്ല മാസമായിരിക്കും.
ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടും, പ്രമോഷൻ കിട്ടേണ്ട ആൾക്ക് പ്രമോഷൻ കിട്ടും, അതുപോലെ തന്നെ വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് കർമ്മപരമായിട്ടും ദാമ്പത്യപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ഉള്ള ഒരു നല്ലൊരു മാസങ്ങളാണ് നവംബർ ഡിസംബർ മാസങ്ങൾ ഉത്രാടം നക്ഷത്രം.